നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റാണ്. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ സീരീസാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീരീസിൻ്റെ ആദ്യത്തെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലേ. നമ്മൾ മുമ്പ് പഠിച്ചത് കമ്പാരിസൺ, ആദ്യം പഠിച്ചത് ജിയോമെട്രിക് സീരീസിനെ പറ്റിയിട്ടാണ്. പിന്നെ അതിൻ്റെ സമ്മ് കാണുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിനെ പറ്റി പഠിച്ചു സീരീസിൻ്റെ. അതുപോലെ തന്നെ അടുത്ത ടെസ്റ്റാണ് അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. ഡൈവേർജൻറ്റ് കൺവേർജൻസി ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ചുള്ളത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ആൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറഞ്ഞ കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്താണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ട് സീരീസുകൾ നമുക്ക് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക്, കാരണം കമ്പാരിസൺ ചെയ്യാൻ എന്തായാലും രണ്ടാൾ വേണം. നമ്മളിപ്പം ഒരാളുടെ കുറവുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ അവന് ഇവനെക്കാട്ടിൽ ഒരാൾ ഉഷാറാണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം, വേറൊരുത്തനെ കാണിച്ചു കൊടുക്കണം, എന്നിട്ട് അവനെക്കാട്ടിൽ ഉഷാറാണ് എന്ന് പറയണം. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി അല്ലാതെ വേറൊരാളെ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. ഈ ലോകത്തൊരു വസ്തുവിനെ വിലയിരുത്താൻ കഴിയില്ല. ആർ യു അണ്ടർസ്റ്റുഡ്? അങ്ങനെ കഴിയുള്ളൂ, കാരണം പൂർണ്ണമായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം കമ്പാരിസൺ ടെസ്റ്റ് സീരീസുകൾ, രണ്ട് സീരീസുകൾ തമ്മിലാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് നടത്തുന്നത്. അതിന് രണ്ട് സീരീസുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സിഗ്മ i = 1 to infinity ai എന്ന് പറയുന്ന സീരീസും സിഗ്മ i = 1 to infinity bi എന്ന് പറയുന്ന വേറൊരു സീരീസും ഉണ്ട്. ഇവിടെ bi ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫോർ ഓൾ i. അപ്പം ഇങ്ങനത്തെ ഒരു രണ്ട് സീരീസുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്തെന്നാണ് റേഷ്യോ ടെസ്റ്റ്, ഒന്ന് ആദ്യത്തെ കൺവേർജൻ്റ് റേഷ്യോ ടെസ്റ്റും രണ്ടാമത്തത് ഡൈവേർജൻ്റ് റേഷ്യോ ടെസ്റ്റ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഈ ആദ്യത്തെ മോഡുലസ് ഓഫ് ai ≤ bi ഫോർ ഓൾ i അത് നമ്മൾ പരിഗണിക്കണ്ട കേട്ടോ, അത് നിങ്ങൾക്ക് വേണ്ട, നമ്മളെ സംബന്ധിച്ച് വേണ്ട. നമ്മൾ ഈ രണ്ടാമത്തെ കൺസെപ്റ്റ്സ് പിടിച്ചാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ഇഫ് ലിമിറ്റ് i ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ഡിവൈഡഡ് ബൈ bi, മോഡുലസ് ഓഫ് ലിമിറ്റ് i ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ലിമിറ്റ് i ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ബൈ bi ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ആദ്യത്തെ ഇത് ടേം കണ്ടീഷൻ വേണ്ട, കാരണം നമുക്കത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതാകുമ്പോൾ ഒരിക്കലും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതായത് ലിമിറ്റ് i ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ഡിവൈഡഡ് ബൈ bi ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആവുക. ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഫൈനൈറ്റ് നമ്പർ. ഇപ്പോൾ 2, 3, 5, 100, 1000 അല്ലെങ്കിൽ 1700, സോറി, ഐ എം വെരി സോറി, 10,700 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1700 പറയല്ലേ, ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഇതിലേക്കായിപ്പോയി. അപ്പോൾ അതേമാതിരി തന്നെ ആ രീതിയിൽ നമ്മൾ പറയാൻ കഴിയുന്നത് തന്നെയാണ്. ഓക്കെ, ഫൈനൈറ്റ് എന്ന് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. എപ്പോഴും ഇത് ചോദിക്കാറുണ്ട്, ഈ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഇൻഫിനിറ്റിയും കാട്ട് കുറവ് എന്നുള്ളതിനെ കൊണ്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, ഒരു ഫിക്സഡ് ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് 2 3 അല്ലെങ്കിൽ 100 1000 അല്ലെങ്കിൽ 9500 പോയിൻറ്റ്സ് സംതിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള കാര്യം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ ഉണ്ട് എങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ അതുപോലെ തന്നെ bi കൺവേർജൻ ചെയ്യുമെങ്കിൽ നിർബന്ധമായിട്ട് ആരും കൺവേർജ് ചെയ്യും, ai എന്ന് പറയുന്ന സീരീസും കൺവേർജ് ചെയ്യും. bi കൺവേർജ് ചെയ്യുമെങ്കിൽ ആരും കൺവേർജ് ചെയ്യും, ai എന്ന് പറയുന്ന സീരീസും കൺവേർജ് ചെയ്യും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇതിൽ നമ്മൾ പരിഗണിക്കുന്ന ലിമിറ്റ് i ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ഡിവൈഡഡ് ബൈ bi ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എങ്കിൽ bi കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ai, അതായത് സീരീസ് bi കേട്ടോ, അതായത് അതിനെ സീരീസ് എന്ന് പറയുമ്പോൾ സിഗ്മ i = 1 to infinity bi അത് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും
സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐയും നിർബന്ധമായിട്ട് എന്തായിരിക്കും കൺവേർജ് ചെയ്തിരിക്കും. ഓക്കെ, ലിമിറ്റ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ എ ബൈ വരുന്ന എ ബൈ ബി എന്ന് പറയുന്ന ഫോമിനെ ആണ് നമ്മൾ റേഷ്യോ എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ അത്ര വലിയ പ്രാമുഖ്യം നൽകാത്തത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സെയിം അടുത്തത് ഡൈവേർജൻസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ എ ഐ ഇത് വേണ്ട, ഈ ടേം കൺസെപ്റ്റ്സ് വേണ്ട, ഓർ കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഇഫ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഒന്നുമില്ല. ഓക്കെ, എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ, എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ ഓൾ ഗ്രേറ്റർ ദാൻ സീറോ. ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സീറോ നമ്പർ അല്ലേ? നോൺ സീറോ നമ്പർ എന്നാണോ? അല്ല, പോസിറ്റീവ് നമ്പർ. നോൺ നെഗറ്റീവ് എന്നും അല്ല. നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആരോടി ഉൾപ്പെടും? സീറോയോടി ഉൾപ്പെടും. ഇവിടെ എന്താണ് പറഞ്ഞത്? പോസിറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, സോറി, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, കാരണം സീറോ എന്തല്ല പോസിറ്റീവ് നമ്പർ ആണോ? അല്ല, നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നോൺ പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ സീറോ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരോ വാക്കിലും. അപ്പം ഇവിടെ സീറോനെക്കാട്ടും വലിയ ഏതൊരു നമ്പർ ആയാലും ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ എന്ന് പറയുന്നതാണ് എങ്കിൽ, അതുപോലെ തന്നെ ഒരു കണ്ടീഷനോടും അങ്ങനെയാണ് എങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ ഈസ് ഡൈവേർജൻറ്റ്. അത് ഡൈവേർജ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും സീരീസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐയും ഇതായിരിക്കും, ഡൈവേർജ് ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എങ്കിൽ ബി ഐ കൺവേർജൻ്റ് ആണെങ്കിൽ എ ഐ കൺവേർജൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നോൺ സീറോ എലമെൻ്റ് ആണ്, നോൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ സിഗ്മ ബി ഐ ഡൈവേർജ് ആണ് എങ്കിൽ എന്താണ് എ ഐയും ഡൈവേർജ് ആണ്. ഈ രണ്ട് കണ്ടീഷൻസ്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തേത് ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1 by 2 raised to i minus i. പ്രത്യേകം ശ്രദ്ധിക്കാം, 1 by 2 raised to i minus i. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമുക്ക് ഒരു ഇതേ തന്നിട്ടുള്ളൂ, സത്യത്തിൽ ഒരൊറ്റ കൺവേർജൻ ഇതിനെ തന്നിട്ടുള്ളൂ. അപ്പോൾ മറ്റത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാക്കണം. അത് ഏതായിരിക്കും? 1 by 2 i അങ്ങനെ ഏതെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എ ഐ ആയിട്ട് ഞാൻ എടുക്കേണ്ടത് എന്താണ്? 1 by 2 raised to i minus i. ഇനി ബി ഐ ആയിട്ട് നമ്മൾ ഏതെടുക്കണം? കാരണം ഇവിടുന്ന് തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കാം 1 by 2 raised to i. കാരണം അതാണ് കുറച്ചുകൂടി വലുത്. ഇതിനെ സംബന്ധിച്ച് ഐനെക്കാട്ടിലും വലുത് സംബന്ധിച്ച് ഇതാണ് അല്ലേ? 1 by ഐനെ ഇതിനോട് അടുപ്പിച്ചുണ്ടാവുക. അപ്പോൾ 1 by ബി ഐ ഈക്വൽ ടു 1 by 2 raised to i. അപ്പോൾ ഇവിടെ നമുക്ക് എ ഐയും ബി ഐയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പാരിസൺ റേഷ്യോ കൺസെപ്റ്റ് അല്ലേ, റേഷ്യോ ടെസ്റ്റ് നടത്താം. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ, മോഡുലസ് ഓഫ് എ ഐ ഞാൻ എടുക്കാത്തത് പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താ? എ ഐ ഡിവൈഡഡ് ബൈ ബി ഐ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 2 raised to i minus 1 ഡിവൈഡഡ് ബൈ എ ഐ അതാണ് അല്ലേ? ബി ഐ എന്ന് പറയുന്നത് 1 by 2 raised to i. അപ്പോൾ ഇനി റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ട് എങ്കിൽ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി റെസിപ്രോക്കൽ വരുമ്പം അല്ലേ ഇതെന്ത് ചെയ്യും? 2 raised to i മുകളിലേക്ക് പോകും, ന്യൂമറേറ്ററിലേക്കും. അതുപോലെ തന്നെ 2 raised to i minus i എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരും. ദാറ്റ് ഈസ് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to i ഡിവൈഡഡ് ബൈ 2 raised to i minus i. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 raised to i മുകളിലുണ്ട്. അപ്പം ഈ 2 raised to iനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി താഴ്ത്തുനിന്ന് 2 raised to iനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 അല്ലേ? പിന്നെ ഉണ്ടാവുക ഇവിടെ 2 raised to iനെ പുറത്തെടുക്കാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 1i by 2 raised to i. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 raised to iയും 2 raised to iയും ക്യാൻസൽ ആയിപ്പോവും അല്ലേ? 2 raised to iയും 2 raised to iയും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടുക ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 1 minus i by 2 raised to i. അപ്പോൾ ശ്രദ്ധിക്കുക, i by 2 raised to i എന്നുള്ളത് നമ്മൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ആരെ മേലിൽ മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ? i by 2 raised to i ആണ്. ഫംഗ്ഷൻ ഓഫ്
ഫംഗ്ഷൻ ബൈ ഫംഗ്ഷൻ ആണ് അല്ലേ സത്യത്തിൽ അല്ലേ. എൽ ഹോപ്പിറ്റൽസ് റൂൾ എന്തായിരുന്നു? അതായത് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 - i/2i വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/1 - 0 എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഹോപ്പിറ്റൽസ് റൂളാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ i/2i മുകളിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എൽ ഹോപ്പിറ്റൽസ് റൂള് അല്ലേ, ഫസ്റ്റ് എൽ ഹോപ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അതായത് ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ആ മോഡലിൽ അല്ലേ ഉണ്ടോ? ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ അല്ലേ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി i/2i ഈക്വൽ ടു എന്താണ് 0. ദെൻ യു വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. നമുക്ക് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക? 1 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൈറ്റ് അല്ലേ. 1 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെർഫോർ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബി ഐ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ i ഈക്വൽ ടു 1 to infinity 1/2i. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർജ് ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ഉപയോഗിച്ചിട്ട്? അതൊരു ജിയോമെട്രിക് സീരീസ് ആണ് അല്ലേ. 1/i 1/2 അടുത്തത് പ്ലസ് 1/2 സ്ക്വയർ അടുത്തത് 1/2 ക്യൂബ് പ്ലസ് എക്സെട്ര. അവിടെ എ എന്ന് പറയുന്നതും 1/2 ആണ് കറസ്പോണ്ടിങ് ആയിട്ട്. അതുപോലെ തന്നെ ആ റേഷ്യോ എന്ന് പറയുന്നതും 1/2 ആണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം ജിയോമെട്രിക് സീരീസ് ആണ് ഇത്, കൺവേർജ് ആണ്. ഓക്കെ, കൺവേർജൻ ജിയോമെട്രിക് സീരീസ് ആണ്. സോ അതുകൊണ്ട് നിർബന്ധമായിട്ടും സോ സിഗ്മ i ഈക്വൽ ടു 1 to infinity 1/2i - എന്തായിരിക്കും? കൺവേർജൻ ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ ഷോ ദാറ്റ് സിഗ്മ i ഈക്വൽ ടു 1 to infinity 2/4 + i ഡൈവേർജ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, അപ്പം നമുക്കുള്ള കണ്ടീഷൻ ഡൈവേർജ് ആണെങ്കിൽ 0-നേക്കാട്ടും വലിയൊരു നമ്പർ ആയിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. സിഗ്മ അത് ആദ്യം ചെയ്യണം അല്ലേ, റേഷ്യോ. അപ്പം നമ്മൾ ai എന്ന് പറയുന്നത് 2 ഇവിടെ ഉള്ളത് നോക്കുക 2/4 + i എടുത്തു. അതുപോലെ തന്നെ അടുത്തതാര ബി ഐ എന്നുള്ളതിനെ താഴ്ത്ത് നോക്കുക, കോൺസ്റ്റൻറ്റിനെ അങ്ങ് ഒഴിവാക്കുക, താഴത്തുനിന്ന് മുകളിലത്തെ കോൺസ്റ്റൻറ്റിനെ ഒഴിവാക്കിയാൽ 1/i അല്ലേ. ബി ഐ ഈക്വൽ ടു 1/i. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലിമിറ്റ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യം ഇത് ചെക്ക് ചെയ്യണമെന്നില്ല കേട്ടോ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് മറ്റേതിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തത് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ai/bi വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ai എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/4 + i, bi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i. ദെൻ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ക്രോസിങ് വരും 2/4 + i ഇൻറ്റു i/1 അല്ലേ. അപ്പം ഇനി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? 2i അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് വരിക ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി ഇവിടെ നിന്നും ഐനെ ടേക്ക് ഔട്ട് സൈഡ്, ഐനെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 + i ആണ്. അതിൽ നിന്ന് ഐനെ പുറത്തെടുത്താൽ എന്താ വരിക? 4/i പ്ലസ് ഐൻ്റെ സ്ഥാനത്ത് 1 വരും. ഐനെ പുറത്തെടുത്തു, ഐ ക്യാൻസൽ വിത്ത് ഐ. അപ്പം മുകളിൽ ഉണ്ടാവുക എന്താണ്? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മുകളിൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ, താഴത്ത് 4 + i + 1. ദാറ്റ് മീൻസ് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഐ വരുന്ന ടേം 4/i മാത്രമേ ഉള്ളൂ. 2 കോൺസ്റ്റൻ്റ് ആണ്, 1 കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ആൻസർ കിട്ടും എന്താണ്? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, ദെൻ 4/i എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ 2/0 + 1 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് തെറ്റാ. ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോറി, ഇത് എൻ്റെ അടുത്ത് പറ്റിയൊരു കുഴപ്പമാണ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? 0-നേക്കാളും വലിയൊരു നമ്പറാണ്, അതായത് നോൺ സീറോ എലമെൻ്റ് ആണ് അല്ലേ, നോൺ സീറോ അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് ആയിട്ട് 2 കിട്ടി. ഇനി ബി ഐ ഡൈവേർജ് ആണ് എങ്കിൽ എന്ത് ഡൈവേർജ് ആണ്? ai എന്ന് പറയുന്ന സീരീസും ഡൈവേർജ് ആണ് അല്ലേ. അതായത് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ai/bi എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ a/b അല്ലേ, അല്ലെങ്കിൽ ai/bi ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇതെന്താണ്? ഗ്രെയ്റ്റർ ദാൻ 0 ആണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഗ്രെയ്റ്റർ ദാൻ 0 ആണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉള്ളത് ബി ഐ അല്ലേ. സിഗ്മ i ഈക്വൽ ടു 1 to infinity bi എന്ന് പറഞ്ഞാൽ സിഗ്മ i ഈക്വൽ ടു 1 to infinity 1/i. അതെന്താണ്? ഡൈവേർജ് ആണ് സീരീസ്
നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഡൈവേർജൻറ്റും ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ I = 1 to infinity 2/4 + I ഈസ് ഡൈവേർജൻറ്റ്. അത് ഡൈവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഹോംവർക്കാണ്. നമ്മൾ താഴത്തുള്ള കൺവേർജൻ്റ് ആണ് എന്ന് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ I = 1 to infinity 8/3 raised to I + 2. ഇവിടെ നമ്മൾ AI ഇതാണ് എടുക്കേണ്ടത്, 8/3 raised to I + 2. BI എന്താ എടുക്കുക? 1/3 raised to I എടുത്താൽ മതി. ഓക്കെ, ഇവിടെയും AI ഇത് സെയിം തന്നെ. BI എന്താ എടുക്കുക? 1/, ഇവിടുത്തെ കോൺസ്റ്റൻറ്റുകൾ പോക്കുക, 9ഉം 6ഉം ആണ്. അപ്പോൾ 1/4 raised to I. ഇവിടെയും സെയിം തന്നെ, അതുപോലെ തന്നെ ഇവിടെയും സെയിം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യണം. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗൂഗിൾ ക്ലാസ് റൂം വഴിയോ വാട്സപ്പ് വഴിയോ ഏതും ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആൾട്ടർനേറ്റിംഗ് സീരീസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആൾട്ടർനേറ്റിംഗ് സീരീസ്, അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അതെങ്ങനെ കൺവേർജൻസി ആവും, ഡൈവേർജൻസി അല്ലെങ്കിൽ അത് കൺവേർജൻസി എങ്ങനെ ആവും. ഏകദേശം ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എങ്കിൽ അത് കൺവേർജ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷനാണ്. എന്താ ഡെഫിനിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സീരീസിന് സിഗ്മ I = 1 to infinity AI എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് എങ്കിൽ ആ സീരീസിന് ആൾട്ടർനേറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ആദ്യത്തെ എലമെൻറ്റ് ഒന്നെങ്കിൽ 0നേക്കാട്ടിലും വലുത്, അല്ലെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പിന്നേത്തെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പിന്നേത്തെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ആദ്യത്തെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയുണ്ട്, ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 - 2 + 3 - 4 + 5 - 6 അങ്ങനെ പറയുന്നത്, അങ്ങനെ പോകുന്നതൊക്കെ ആൾട്ടർനേറ്റീവ്, അതും ഈ പാറ്റേണാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ്, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് A1 എന്തായിരിക്കണം? വലുതായിരിക്കണം. എന്തിനേക്കാട്ടിലും? മോഡുലസ് ഓഫ് A2-നേക്കാട്ടിലും. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് A2, അതായത് അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? അതായത് നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതെപ്പോഴും വലുതായിരിക്കണം അതിൻ്റെ അപ്പുറത്തുള്ള ആളെയും കാട്ടിലും. അതായത് A1 എപ്പോഴും തിരിച്ചു പോരാ, ഈ രീതി തന്നെ അവലംബിക്കണം. അതായത് മോഡുലസ് ഓഫ് A1 > (= മോഡുലസ് ഓഫ് A2, മോഡുലസ് ഓഫ് A2 > മോഡുലസ് ഓഫ് A3 എക്സെട്ര. ഓക്കെ, ഈ മൂന്നാമത്തെ കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI = 0. ദാറ്റ് മീൻസ് അതിൻ്റെ അബ്സല്യൂട്ട് സീരീസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂസ് എന്തായിരിക്കും? 0-ലേക്കായിരിക്കും കൺവേർജ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് 0-ലേക്ക് അടുപ്പിച്ചെത്തുമെന്നാണ് നമുക്ക് പറയുന്നത്. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു സീരീസ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആവണം എന്നുണ്ടെങ്കിൽ അതിലെ മെമ്പർമാർക്കൊക്കെ ഒരു പ്രത്യേകത സൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് പോയിരിക്കണം, പോസിറ്റീവും നെഗറ്റീവും ആയിക്കൊണ്ടിരിക്കണം അടുത്തടുത്തുള്ള മെമ്പർമാർ. അത് മാത്രം പോരാ, വേറെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എപ്പോഴും അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ വലുതെന്ന് ഇങ്ങനെ ചെറുതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതുമാത്രമല്ല, അവസാനം ലിമിറ്റ് I ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസ് ദി സീരീസ് 1 - 1/2 + 1/3 1/3 - 1/4 + 1/5 - 1/6 എക്സെട്ര ഈസ് ആൾട്ടർനേറ്റിംഗ് ആണോ ചെക്ക് ചെയ്യാനാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ ഇവിടെ A1 എന്താണ്? 1 ആണ്. A2 എന്താണ്? -1/2 ആണ് അല്ലേ? -1/2 ആണ്. A3 എന്താണ് നോക്കുക? 1/3 ആണ് അല്ലേ? A4 എന്താണ്? -1/4 ആണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇങ്ങനെ ജഗജഗാന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം
ഏത് ഓരോരോ മെമ്പർമാർക്ക് എന്താ പ്രത്യേകത എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ AI എന്തായിരിക്കും? AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേന് പോസിറ്റീവാണ്, രണ്ടാമത്തേൻ്റെ എന്താണ് -1 വരുന്നുണ്ട്. അപ്പം -1 റേസ് ടു അല്ലേ, ആദ്യത്തെ 1 കൊടുത്ത് ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ I+1 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ A1 എന്താണ് 2. അപ്പോൾ -1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇത് റെഡിയാവും. ഡിവൈഡഡ് ബൈ I. അതെന്തുകൊണ്ട്? A2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ് വരുന്നത് അടിയിൽ, A3 എന്ന് പറയുമ്പോൾ 3 ആണ്, A4 എന്ന് പറയുമ്പോൾ താഴത്തെ ഡിനോമിനേറ്ററിൽ 4 ആണ്. ദാറ്റ് മീൻസ് AI ഈക്വൽ ടു -1 ഹോൾ റേസ് ടു I+1 ഡിവൈഡഡ് ബൈ I. ഇതാണ് AI. ഇനി നമുക്ക് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കണം? അബ്സല്യൂട്ട് വാല്യൂകൾ A1 ചെറുതാവണമെന്ന് ചെക്ക് ചെയ്യണം. അതിന് A1 എന്ന് പറയുന്ന മോഡുലസ് ഓഫ് A1 എന്ന് പറഞ്ഞാൽ 1 ആണ്. മോഡുലസ് ഓഫ് A2 എന്ന് പറഞ്ഞാൽ മൈനസ് അങ്ങ് പോക്കിയാൽ മതി, 1/2 ആണ്. മോഡുലസ് ഓഫ് A3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 ആണ്. മോഡുലസ് ഓഫ് A4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് A1 എന്ന് പറയുന്നത് എപ്പോഴും നോക്കുക, മോഡുലസ് ഓഫ് A1 1/2 വലുതാണ്, അതായത് മോഡുലസ് ഓഫ് A2 വലുതാണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ 1/2 എന്ന് പറയുന്നത് 1/3 വലുതാണ്. അപ്പോൾ മോഡുലസ് ഓഫ് A3 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A2 എന്ന് പറയുന്നത് A3 വലുതാണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ 1/3 എന്ന് പറയുന്നത് 1/4 വലുതാണ്, എക്സെട്ര. അപ്പം ആദ്യത്തെ കണ്ടീഷനും നോക്കുക, ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകണം ഇതെന്നാണ്. എന്ത് സൈന് ചേഞ്ച് ചെയ്യണം. 1 കഴിഞ്ഞിട്ട് പിന്നെ പോസിറ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. അപ്പം ഓക്കെ, അത് റെഡിയാണ്. രണ്ടാമത്തെ കണ്ടീഷന് റെഡിയാണ്. ഇനി അടുത്ത ലിമിറ്റ്, അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതായത് മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 റേസ് ടു അല്ലേ I+1/I ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞാൽ -1ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എത്ര എടുത്താലും -1 1 കിട്ടുള്ളൂ. അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1/I. ഇനി ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി AI. ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/I. 1/I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് 0 അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ദാറ്റ് ഈസ് അപ്പോൾ 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ആൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എന്ത് കിട്ടി? ഈ സീരീസ് എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, എന്തായി? ഈ സീരീസ് എന്താണ്? ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇനിയുള്ളത് ആൾട്ടർനേറ്റിംഗ് സീരീസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. ഇതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ആൾട്ടർനേറ്റിംഗ് ടെസ്റ്റ്. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് ടെസ്റ്റ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം നമുക്ക്. അതാണ് നല്ലത്, കാരണം കൂടുതൽ ക്ലാസ്സുകൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ കൂടും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ആൾട്ടർനേറ്റിംഗ് ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.